ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ജന്മപാപങ്ങളെ നശിപ്പിക്കുന്നതിന് കൂവളത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ്. ശിവക്ഷേത്രങ്ങളിൽ കൂവള മരത്തിന് ദിവ്യവും പ്രധാനവുമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ശിവപാർവതിമാർക്ക് പ്രിയപ്പെട്ട ഈ വൃക്ഷത്തിന്റെ മുള്ളുകൾ ശക്തിസ്വരൂപവും ശാഖകൾ വേദവും വേരുകൾ രുദ്രരൂപവുമാണെന്നും സങ്കല്പിക്കപ്പെടുന്നു. കൂവളത്തിന്റെ ഓരോ ഇതളും മൂന്നായി പിരിഞ്ഞാണിരിക്കുന്നത്. ഓരോ ഭാഗത്തിനും ഓരോ ഗുണവുമുണ്ട്. ഇത്തരത്തിലെ 3 ഭാഗങ്ങളെയും സാക്ഷാൽ പരമശിവന്റെ തൃക്കണ്ണുകളായിട്ടാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത്. ജന്മപാപങ്ങളെ ഇല്ലാതാക്കുന്ന ദിവ്യ സസ്യമായി കൂവളത്തെ കാണാനാണ് ഏറെ ഭക്തർക്കും താല്പര്യം. അദൃശ്യമായ ദൈവീക സാന്നിധ്യം എപ്പോഴും കൂവളത്തിൽ ഉണ്ടെന്നും അവർ കരുതുന്നു. അമാവാസി, പൗർണമി ദിവസങ്ങളിൽ കൂവളത്തിന്റെ ഇല പറിക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം. സമൂലം ഔഷധ ഗുണമുള്ള ഉത്തമ ആയുർവേദ ഔഷധമായ കൂവളത്തെ വിദേശ കാർഷിക സർവകലാശാലകൾ പ്രത്യേകം പരിപോഷിപ്പിച്ചു വരുന്നതായി സയൻസ് ടുഡേ മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നു. വാതം, കഫം, ഛർദി, ക്ഷയം, അതിസാരം ഇവയെ ശമിപ്പിക്കാൻ അത്യുത്തമമാണ് കൂവളം. പ്രമേഹത്തിനും കൂവളം ഔഷധമാണ്. കൂവളത്തിന്റെ ഇലയുടെ ചാറെടുത്ത് എണ്ണ കാച്ചി ചെവിയിൽ ഒഴിച്ച് ചെവിവേദന, പഴുപ്പ് എന്നിവ മാറിക്കിട്ടുമെന്ന് ആയുർവേദ ഔഷധ ഭിഷഗ്വരന്മാർ ചൂണ്ടിക്കാട്ടുന്നു. അമാവാസി, പൗർണമി ദിവസങ്ങളിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ ഔഷധ സസ്യത്തെയും സ്വാധീനിക്കുമെന്നതിനാലാണ് ഈ ദിവസങ്ങളിൽ മരുന്നിനായി ഇതിന്റെ ഇല പറിക്കരുതെന്ന് വിധിച്ചിരിക്കുന്നത്. താങ്ക് യു.